ഹായ് ഫ്രണ്ട്സ്, പീസ് ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് നമുക്ക് പുതിയ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു മോഡൽ എക്സാമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ 100 ചോദ്യങ്ങളാണുള്ളത്. ഇതിപ്പം 27-ാം തീയതി LDC ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ 30-ാം തീയതി ഖാദി ബോർഡ് LDC ഉള്ളവരുണ്ട്. അവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, ആപ്പിൾ ലാക്റ്റിക് ആസിഡ് എന്നുള്ള ജോഡി തെറ്റാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡാണ്. ലാക്റ്റിക് ആസിഡ് പാലിൻ്റെ അകത്താണ് കാണപ്പെടുന്നത്. ഉറുമ്പ് കടിക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഫോർമിക് ആസിഡ്. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി, കൃഷ്ണ. ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായി ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ തയ്യാറാക്കിയത് ആര്? ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായി ജനകീയ പദ്ധതി തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ ബി, MN റോയ്. താഴെ പറയുന്നവയിൽ മലനാടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മലനാടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, 2023 JCB പുരസ്കാര ജേതാവ്. 2023 JCB പുരസ്കാര ജേതാവ്. ഉത്തരം ഓപ്ഷൻ എ, പെരുമാൾ മുരുകൻ. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം. പിങ് പോങ് എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക ഇനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ടേബിൾ ടെന്നീസ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി. ബ്രൗൺ കോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കൽക്കരി ഏത്? ഉത്തരം ഓപ്ഷൻ എ, ലിഗ്നൈറ്റ്. അടുത്ത ചോദ്യം, ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ. ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ. ഓപ്ഷൻ എ, 44. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ഏത്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കപ്പെട്ട ആർട്ടിക്കിൾ. ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ, അയിത്താചരണം എന്നിവയുടെ നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം. വ്യക്തമായ കാഴ്ച സാധ്യമാകുന്നതിനുള്ള കുറഞ്ഞ ദൂരം എത്ര? ഓപ്ഷൻ ഡി, 25 സെൻറ്റിമീറ്റർ. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം ഏത്? പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം. ഓപ്ഷൻ ബി, ടാക്കിയോണുകൾ. അടുത്ത ചോദ്യം, അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. ഓപ്ഷൻ ഡി, സിലിണ്ടറിക്കൽ ലെൻസ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്ത്? ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ്. ഓപ്ഷൻ ബി, ഡയോപ്റ്റർ. ബിപർജോയ് ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം. ബിപർജോയ് ചുഴലിക്കാറ്റിന് പേരിട്ട രാജ്യം ഏത്?
ഓപ്ഷൻ എ ബംഗ്ലാദേശ്. ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് സർക്കാരിന് തിരിച്ചു നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് സർക്കാരിന് തിരിച്ചു നൽകാനിടയായ സംഭവം. ഓപ്ഷൻ ബി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഒരു വർഷം ഒരു രാജ്യത്തിൻ്റെ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ്. ഓപ്ഷൻ ബി ദേശീയ വരുമാനം. കാലികവാദങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ കാലികവാദമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ധ്രുവീയ കാറ്റ്. അടുത്ത ചോദ്യം, ഏതൊക്കെ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് ഹിമാലയ പർവ്വതനിരകൾ? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം. ഓപ്ഷൻ ബി താരാപൂർ. ഹരിദ്വാർ, പ്രയാഗ്, വാരണാസി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ഓപ്ഷൻ എ ഗംഗ. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏത്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി. ഓപ്ഷൻ സി ഗോളര സന്ധി. അടുത്ത ചോദ്യം, ജീവകം സിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ജീവകം സിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിലെ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ സി ഇരുമ്പിൻ്റെ ആഗിരണത്തെയാണ് ഉത്തേജിപ്പിക്കുന്നത്. വിസർജ്യ വസ്തുക്കളിലൂടെ ജലത്തിലെത്തുന്ന ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ഡി ഡയേറിയ. മസ്തിഷ്കത്തിലും സുഷ്മനയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ എ വൈറ്റ് മാറ്റർ. താഴെ തന്നിരിക്കുന്നവയിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥ ഏത്? ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥ. ഓപ്ഷൻ സി ഓർമ്മയുടെ ഓളങ്ങളിൽ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന ഭരണാധികാരി സ്വാതി തിരുനാളാണ്. നിസ്സഹകരണ സമരത്തിന് ശേഷം ഗാന്ധിജി രാഷ്ട്രീയത്തിൽ പുനഃപ്രവേശം നടത്തിയ വർഷം. ഉത്തരം ഓപ്ഷൻ ഡി 1928. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായ ജോഡി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം. ഓപ്ഷൻ ബി രോഹിണി. തന്നിരിക്കുന്ന ജോഡികളിൽ ശരിയായവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3. ഈ ജോഡികൾ മൂന്നും ശരിയാണ്. നാലാമത്തെ ജോഡി തെറ്റാണ്. കുന്നിമണികൾ ജി ശങ്കരക്കുറുപ്പിൻ്റേതല്ല, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കൃതിയാണ്.
കേരള സമൂഹ ചരിത്രത്തിലെ നാഴികക്കല്ലായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കപ്പെട്ട വർഷം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കപ്പെട്ട വർഷം. ഉത്തരം ഓപ്ഷൻ സി 1936. ചൂഷണത്തിനെതിരായുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 23, 24. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത ജോഡി. ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത ജോഡി. മാർബിൾ ഫോൾസ് എന്നറിയപ്പെടുന്നത് ദൂദ്സാഗർ അല്ല, ധുവാന്തർ വെള്ളച്ചാട്ടമാണ്. തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നദി ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ സി പമ്പ. അടുത്ത ചോദ്യം, ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്ന ധാതു. ബ്രൗൺ ഡയമണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ധാതു ഏത്? ഓപ്ഷൻ സി ലിഗ്നൈറ്റ്. ശരീരത്തിൽ ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി വൻകുടൽ. അടുത്ത ചോദ്യം, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഓപ്ഷൻ സി മെഡുല ഒബ്ലോങ്കേറ്റ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രജൻ. തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് ദേശീയ ഉദ്യാനം ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ എ സൈലന്റ് വാലി. മോണസൈറ്റ് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ അയിരാണ്? മോണസൈറ്റ് എന്തിൻ്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ ബി തോറിയം. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള കേരളത്തിലെ നദി ഏത്? ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള കേരളത്തിലെ നദി. ഓപ്ഷൻ ബി ഭാരതപ്പുഴ. പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. 5ാം പദ്ധതി കാലത്തല്ല, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത്. താഴെ പറയുന്നവയിൽ മൈലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആവേഗങ്ങളുടെ ദിശ ക്രമീകരിക്കുക. അൾട്രാവയലറ്റ് പ്രകാശം മൂലമുണ്ടാകുന്ന DNA കേടുപാടുകൾ പരിഹരിക്കാനുള്ള കഴിവ് കുറയുന്ന ഒരു ജനിതക വൈകല്യം. ഓപ്ഷൻ ഡി സിറോഡെർമ പിഗ്മെന്റോസം. ടാൽക്കം പൗഡർ രാസപരമായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ്. വെടിമരുന്ന് കത്തുമ്പോൾ ഓറഞ്ച് നിറം ലഭിക്കാനായി ചേർക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കാൽസ്യം.
അടുത്ത ചോദ്യം, ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായ ഏക വ്യക്തി? ഓപ്ഷൻ ഡി, LK അദ്വാനി. ലോക്സഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ലോക്സഭ രൂപം കൊണ്ടത് 1952 ഏപ്രിൽ 17-നാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പണബില്ലുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? പണബില്ലുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. ഉത്തരം ഓപ്ഷൻ ബി, 110. തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ഡി, മൊറാർജി ദേശായി. തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ഓപ്ഷൻ ബി, ഷിപ്കില ഹിമാചൽ പ്രദേശ് ശ്രീനഗർ എന്ന ജോഡി തെറ്റാണ്. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ്. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ സി, 1741. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനങ്ങളിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര്? ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി, അബനീന്ദ്രനാഥ ടാഗോർ. ബംഗാളിൻ്റെ പേടി സ്വപ്നം എന്നറിയപ്പെടുന്ന കളസസ്യമേത്? ബംഗാളിൻ്റെ പേടി സ്വപ്നം എന്നറിയപ്പെടുന്ന കളസസ്യം. ഓപ്ഷൻ ബി, കുളവാഴ. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. ഏറ്റവും ചെറിയ നെറ്റ്വർക്കായി അറിയപ്പെടുന്നത് ഏത്? താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ നെറ്റ്വർക്കായി അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ, പാൻ. താഴെ തന്നിരിക്കുന്നവയിൽ മിതവാദി നേതാക്കന്മാരിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി, ബാലഗംഗാധര തിലക്. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് AJ ദേശായി, കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്, സംസ്ഥാന പോലീസ് മേധാവി S. ദർവേഷ് സാഹിബ്, സംസ്ഥാന എക്സൈസ് കമ്മീഷണർ മഹിൽപാൽ യാദവ്. കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക്. ഓപ്ഷൻ ഡി, 93.91%. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള 2024 ഗ്രാമി അവാർഡ് നേടിയത് ഏത്? ഓപ്ഷൻ ബി, ദിസ് മൊമെൻറ്റ്. 2024 പാരീസ് ഒളിമ്പിക് ഗെയിംസിൻ്റെ ദീപശിഖാവാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ഓപ്ഷൻ എ, അഭിനവ് ബിന്ദ്ര. ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്നത്? 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ?
ഓപ്ഷൻ ഡി അമേരിക്ക, കാനഡ, മെക്സിക്കോ. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗമാര്? ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം. ഉത്തരം ഓപ്ഷൻ എ അലോക് റാവത്ത്. വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ സവിശേഷതകളിൽ പെടാത്തത്. ഓപ്ഷൻ ഡി നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളുടെ എണ്ണം പരിമിതം. അടുത്ത ചോദ്യം, ഈർക്കിൾ, പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തുമ്പോൾ അവയിൽ ജലം പറ്റിപ്പിടിച്ചിരിക്കാൻ കാരണമെന്ത്? ഉത്തരം ഓപ്ഷൻ ബി അഡ്ഹീഷൻ ബലം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിൻ്റെ സമ്മാന തുക എത്ര രൂപയായാണ് ഉയർത്തിയത്? ഉത്തരം ഓപ്ഷൻ സി 15 ലക്ഷം രൂപ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന ഉള്ളടക്കമെന്ത്? ഓപ്ഷൻ സി 395 വകുപ്പുകളും 8 പട്ടികകളും. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം? ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം. അടുത്ത ചോദ്യം, ചിലർ എന്ന പദം ഏത് വചനമാണ്? ചിലർ എന്ന പദം ഏത് വചനമാണ്? ഓപ്ഷൻ സി അലിംഗ ബഹുവചനം. ചേർത്തെഴുതുക. ച പ്ലസ് ഉന്നു. ഓപ്ഷൻ എ ചാകുന്നു. വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. ഓപ്ഷൻ എ വൈയാകരൺ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സിംഹത്തിൻ്റെ പര്യായ പദം കണ്ടെത്തുക. സിംഹത്തിൻ്റെ പര്യായ പദം കണ്ടെത്തുക. ഓപ്ഷൻ സി പഞ്ചാസ്യൻ. അടുത്ത ചോദ്യം, ഗഹനം എന്ന വാക്കിൻ്റെ വിപരീത പദം. ഗഹനം എന്ന വാക്കിൻ്റെ വിപരീത പദം. ഓപ്ഷൻ എ സരളം. തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി മൂഢൻ. ശരിയായ പരിഭാഷ തിരഞ്ഞെടുക്കുക. ഗ്രീസ് ദ പാം. ഗ്രീസ് ദ പാം എന്നതിൻ്റെ ശരിയായ പരിഭാഷ. ഓപ്ഷൻ സി കൈക്കൂലി കൊടുക്കുക. സ്ത്രീലിംഗ പദം എഴുതുക. വിതുരൻ. വിതുരൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ പദം. ഓപ്ഷൻ ഡി വിധവ. ശൈലിയുടെ ശരിയായ അർത്ഥമെന്ത്? എണ്ണക്കുടത്തിന്മേൽ എലിയെ കാണുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. ഓപ്ഷൻ ബി അസ്ഥാനത്തുള്ള സംഭവം. താഴെ കൊടുത്തതിൽ ആഗ്രഹം ശക്തമെങ്കിൽ എന്തും നേടിയെടുക്കാം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻ സി കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും. ദി ആൻറ്റോണിം ഓഫ് ഷാലോ ഈസ്? ഓപ്ഷൻ എ ഡീപ്പ്.
Fresh air is dash to our health. Option C, beneficial. He talked dash he were my boss. Option B, as if. Find out the imperative sentence from the given below. Option D, give me a glass of water please. The policeman asked me where dash. Option B, I was going. The house is dash beautiful. Option A, much. Filling the blanks. If you had come, I dash for you. Option C, would have waited. Choose the correct passive form. They are preparing the dinner. Option B, the dinner is being prepared by them. The idiom give the green light means dash. Option D, give permission. A dash of dolphins leaped out of the deep sea. ഓപ്ഷൻ എ, പോഡ്. തുടർച്ചയായ രണ്ട് ഒറ്റസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 88 ആയാൽ അതിലെ സംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻ സി, 44. മുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 15 സെക്കൻഡ് കൊണ്ട് ഒരു മരത്തിനെ മറികടക്കുന്നു എങ്കിൽ ട്രെയിനിൻ്റെ വേഗം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി, 72 km/h. അനുവിൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അവളുടെ അച്ഛൻ്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് അനുവിൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം. എങ്കിൽ അനുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഓപ്ഷൻ എ, 10. ഒരു കോഡ് ഭാഷയിൽ ഫിഷിനെ 12 എന്നും സീയെ 11 എന്നും എഴുതിയാൽ ബോട്ടിനെ എങ്ങനെ എഴുതാം? ഓപ്ഷൻ സി, 7. എട്ട്, 9, 12 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻ എ, 72.
64 മൈനസ് 8 ഇൻറ്റു 6 മൈനസ് 4 മൈനസ് 2 പ്ലസ് 5 ഈസ് ഈക്വൽ ടു ഡാഷ്. ഉത്തരം ഓപ്ഷൻ സി 23. ഒന്ന് മുതൽ 50 വരെയുള്ള സംഖ്യകൾക്കിടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി 15. ഒരാളുടെ വരുമാനം 10% വർദ്ധിപ്പിച്ചു. സ്ഥാപനത്തിന് മാന്ദ്യം വന്നപ്പോൾ 10% കുറച്ചു. എങ്കിൽ അയാളുടെ വരുമാനത്തിൽ എത്ര ശതമാനത്തിൻ്റെ കുറവുണ്ടാകും? ഓപ്ഷൻ ഡി 1% കുറവ്. ഇരുപത് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൽ എത്ര വികർണങ്ങൾ വരയ്ക്കാം? 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൽ എത്ര വികർണങ്ങൾ വരയ്ക്കാം? ഓപ്ഷൻ എ 170. അവസാനത്തെ ചോദ്യം. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 75 ദിവസത്തിന് ശേഷം വരുന്ന ദിവസം ഏതാഴ്ചയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി ശനി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ LDCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.